ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മൂന്നാം വട്ടവും അധികാരം ഏൽപ്പിച്ചതിന് ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി. രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ തേടി. മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് 1.5 വർഷത്തിനുള്ളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാനാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ജീവാനന്ദം പദ്ധതിയിൽ ജീവനക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. +1 ക്ലാസുകൾ ആരംഭിച്ചു. പ്രവേശനം നേടിയത് 3.25 ലക്ഷത്തിലേറെ കുട്ടികൾ. വിദ്യാർത്ഥി സംഘടനകളുമായി നാളെ ചർച്ച നടത്തുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. 2020 പുരുഷ ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രോടെം സ്പീക്കർ ഭർതൃഹരി മഹ്താബിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. 11 മണിയോടെ പ്രോടെം സ്പീക്കർ സഭയിൽ എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവർ സത്യവാചകം ചൊല്ലി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മലയാളത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇപ്പോഴും തുടരുകയാണ്. തുടർച്ചയായി മൂന്നാം വട്ടവും അധികാരമേൽപ്പിച്ചതിന് ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമാണ് ഇതെന്നും രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, जब देश की जनता ने तीसरे कार्यकाल के लिए भी एक सरकार को पसंद किया है और मैं इसके लिए देशवासियों का हृदय से आभार व्यक्त करता हूं. गत 10 वर्ष में जिस परंपरा को हमने प्रस्तावित करने का निरंतर प्रयास किया है, क्योंकि हम मानते हैं कि सरकार चलाने के लिए बहुमत होता है, लेकिन देश चलाने के लिए सहमति बहुत जरूरी होती है. और इसलिए हमारा निरंतर प्रयास रहेगा कि हर किसी की सहमति के साथ, हर किसी को साथ लेकर के मां भारती की सेवा करें, 140 करोड़ देशवासियों की आशा आकांक्षाओं को परिपूर्ण करें. ഇത്തവണ ലോക്സഭയിൽ യുവജനങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും അത് വളരെ നല്ല പ്രവണതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തെ തീരമേഖലയായ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സഭയിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. പ്രതിപക്ഷത്ത് നിന്ന് എം. വിൻസെന്റാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. മുതലപ്പുഴയെ അപകടരഹിതമാക്കാൻ സംസ്ഥാനം സമർപ്പിച്ച 164 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകിയതായി മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി. കേന്ദ്ര അനുമതി ലഭിച്ചാലുടൻ പദ്ധതി ആരംഭിക്കും. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു. പിന്നാലെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ ആരോപിച്ചു. ഏറ്റവും മികച്ച രീതിയിൽ ഇൻഷുറൻസ് ഉറപ്പാക്കുകയാണ് ജീവാനന്ദം പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഇതിൽ ജീവനക്കാർ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ജീവാനന്ദം പദ്ധതിയുടെ പഠനത്തിനായി ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതി ഒരു നിർബന്ധിത പദ്ധതിയായല്ല വിഭാവനം ചെയ്യുന്നു. പെൻഷൻ ആനുകൂല്യമില്ലാത്ത, വരുമാനമില്ലാത്ത ആളുകൾക്ക് അവർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു വരുമാനം കിട്ടാനുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്, പരിശോധനയാണ്. അതനുസരിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് ഈ പണം അടച്ച് കൃത്യമായിട്ട് ആനുറ്റി മോഡിൽ അവരുടെ മരണം വരെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. പക്ഷെ ആ വിഭാവനം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഇൻഷുറൻസ് വകുപ്പ് തന്നെയായിരിക്കും, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്. പക്ഷെ അത് നടപ്പിലാക്കണമെങ്കിൽ ഇൻഷുറൻസ് സംബന്ധിച്ച് പഠിക്കുന്നതിന് ആക്ച്വറിയൽസ് ഉണ്ട്, ആക്ച്വറിയൽ സയൻസ് ഉണ്ട്. ആക്ച്വറിയെ ഏൽപ്പിച്ച് അവരുടെ പഠനം എടുത്ത് അതുവഴി കാര്യങ്ങൾ കിട്ടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളത്. അത് നടപ്പിലാക്കി വരുമ്പോൾ താല്പര്യമുള്ളവർക്ക് ചേരാം. കിഫ്ബിയുടെ പ്രവർത്തനം മന്ദഗതിയിലാണെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബിയെ തകർക്കാനുള്ള നീക്കം അനുവദിക്കില്ല. മസാല ബോണ്ടിന്റെ കടം മുഴുവൻ സംസ്ഥാനം അടച്ചു തീർത്തെന്നും മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ തീരശോഷണം തടയുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ച് പഠന റിപ്പോർട്ട് ലഭിച്ചെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വി. എൻ. വാസവൻ പറഞ്ഞു. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം സുതാര്യവും കുറ്റമറ്റതുമാക്കാൻ പൊതു സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ നടപടി ആരംഭിച്ചെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു.
ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 380-ലധികം ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും 1500-ലധികം സ്ലോ ചാർജിംഗ് സ്റ്റേഷനുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ക്രമാതീതമായ ഇന്ധന വർധനവിന്റെ പശ്ചാത്തലത്തിലും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് താൽപര്യം കാണിച്ചു തുടങ്ങിയത്. ആയതിന് സഹായകരമാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കുകയാണ് സർക്കാർ ആദ്യമായി ചെയ്തത്. ഇതോടെ സംസ്ഥാനത്ത് എവിടെയും വൈദ്യുതി വാഹനങ്ങൾ സഞ്ചരിക്കാമെന്ന സ്ഥിതിയുണ്ടായി. സംസ്ഥാനത്ത് ആദ്യമായി 2020 നവംബറിൽ 6 ഇലക്ട്രിക് വാഹന ഫാസ്റ്റ് ചാർജ് സ്റ്റേഷനുകൾ KSB മുഖേന പ്രവർത്തനം ആരംഭിച്ചു. വൈദ്യുതി വാഹനങ്ങൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ആദ്യത്തെ 3 മാസം സൗജന്യ ചാർജിംഗ് അനുവദിച്ചു. തുടർന്ന് എല്ലാ ജില്ലകളിലുമായി 63 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സംസ്ഥാനത്ത് ഗതാഗത വകുപ്പിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ധനസഹായത്തോടെ KSB മുഖേനയും അനർട്ടിന്റെ വിവിധ പദ്ധതികൾ വഴി 47 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും സ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. സംസ്ഥാനത്തെ ട്രാഫിക് സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ട്രാഫിക് സ്റ്റേഷനുകളിൽ നിന്നും അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നൂതന സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ച് റോഡപകടങ്ങൾ കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. 2000-ലേറെ സ്കൂളുകളിലായി 3,40,000-ലേറെ കുട്ടികളാണ് പ്രവേശനം നേടിയത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളെ വരവേറ്റു. മലപ്പുറത്ത് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിദ്യാർത്ഥി സംഘടനകളുമായി നാളെ ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വേണ്ടിവന്നാൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാ ഹയർ സെക്കൻഡറി അധ്യാപകർക്കും അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 4 ദിവസത്തെ അധ്യാപക പരിശീലനം നൽകിയെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം കിളിമാനൂരിൽ ഇന്ധന ടാങ്കർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞു. പുലർച്ചെ 2:30 സംഭവം. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം തോന്നയ്ക്കൽ പെട്രോൾ പമ്പിലേക്ക് പെട്രോളുമായി പോയ ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. ടാങ്കറിൽ നിന്ന് പെട്രോൾ തോട്ടിലെ വെള്ളത്തിൽ കലർന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുടർന്ന് പ്രദേശവാസികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. ടാങ്കറിൽ നിന്ന് പെട്രോൾ നീക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പ്രകൃതിദത്ത പാചകവാതകം പൈപ്പ് ലൈൻ വഴി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി കണ്ണൂരിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ കണക്ഷൻ നൽകുന്നതിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം നടക്കും. കുട്ടനാട് മേഖലയിലെ പക്ഷിപ്പനി ബാധിത പ്രദേശങ്ങൾ വിദഗ്ധ സമിതി സന്ദർശിച്ച് രോഗനിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് സമർപ്പിക്കും. വിദഗ്ധ സമിതിയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുന്നു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വ്യാഴാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തം പാടില്ല. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ മുതൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 8 എണ്ണം 60 സെന്റിമീറ്റർ കണ്ട് ഉയർത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് കളി. സെമി ഫൈനലിലേക്കുള്ള പ്രവേശനം ഉറപ്പിക്കണമെങ്കിൽ ഇന്ത്യയ്ക്ക് ഇന്നത്തെ കളി ജയിക്കണം. ആന്റിഗ്വയിലെ നോർത്ത് സൌണ്ടിലെ സർ വിവിയൻ റിച്ചാർഡ്സ് സ്റ്റേഡിയത്തിൽ രാവിലെ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക 3 വിക്കറ്റിന് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് എടുത്തു. തുടർന്ന് മഴ നിയമം മൂലം ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം 17 ഓവറിൽ 123 റൺസാക്കി ചുരുക്കി. 5 പന്തുകൾ ബാക്കി നിൽക്കെ ദക്ഷിണാഫ്രിക്ക ലക്ഷ്യം മറികടന്നു. ജയത്തോടെ ദക്ഷിണാഫ്രിക്ക സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ചങ്ങനാശ്ശേരി പായിപ്പാട് ഷിബു വർഗീസ്, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നിവരുടെ വീടുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപിന്റെ വീട് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം സന്ദർശിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 3ാം വട്ടവും അധികാരം ഏൽപ്പിച്ചതിന് ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി. രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ തേടി. മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് 1.5 വർഷത്തിനുള്ളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാനാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ജീവാനന്ദം പദ്ധതിയിൽ ജീവനക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. +1 ക്ലാസുകൾ ആരംഭിച്ചു. പ്രവേശനം നേടിയത് 3.25 ലക്ഷത്തിലേറെ കുട്ടികൾ. വിദ്യാർത്ഥി സംഘടനകളുമായി നാളെ ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 2020 പുരുഷ ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.